വളരെ സന്തോഷം. വളരെ വിജ്ഞാനപ്രദമായ, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. ആയുർവേദ രംഗത്ത് നാഗാർജുനയുടെ ചീഫ് ഫിസിഷ്യനായി പ്രവർത്തിക്കുന്ന, ആയുർവേദ രംഗത്ത് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കൃഷ്ണേട്ടൻ, വളരെ സന്തോഷമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ഈ വിചാരസത്വത്തിലൂടെ ഉദ്ദേശിക്കുന്നതും. അതായത് ഇത്രയും അനുഭവജ്ഞാനങ്ങളും ധാരാളം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ള, അറിവ് നേടിയിട്ടുള്ള പണ്ഡിതന്മാരുടെ ധാരധാരയായിട്ടുള്ള ആ അറിവ് നമുക്ക് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഇന്ന് വായനയുടെ ലോകമൊക്കെ നമ്മുടെ പലർക്കും പരിമിതമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത്രയും അറിവുകൾ നമുക്ക് ലഭിക്കുന്നു എന്നത് വളരെ പ്രാധാന്യം തന്നെയാണ്. പരമേശ്വരേട്ടൻ ഇവിടെ ഉണ്ട്, വേഴപ്പറമ്പ് ബ്രഹ്മദത്തേട്ടനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം രണ്ടുപേരെയും സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇന്ന് കൂടുതൽ ഈ പാല് കുടിക്കണം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് പാല് കൊടുക്കണം എന്ന് പറയുന്നത്, അത് പച്ചപ്പാലാണോ തിളപ്പിച്ച പാലാണോ ഉത്തമം എന്നുള്ളതാണ് പൊതുവെ. ഈ ബുദ്ധി വളർച്ചയ്ക്ക് നല്ലത് പാല എന്ന് പറയുമ്പോൾ അത് പച്ചപ്പാല, തിളപ്പിച്ച പാല, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുത പറയാൻ സാധിക്കും എന്നുള്ളതാണ് സംശയം. പ്രസാദ് ചൊവ്വല്ലൂർ ആണ് ചോദിക്കുന്നത്. അതായത് നമ്മള് ആഹാരം നമ്മൾ കഴിക്കേണ്ടതല്ലേ ചോദിച്ചത്, പഞ്ചഗവ്യത്തിലല്ലോ? അല്ല, പഞ്ചഗവ്യം ശ്രദ്ധിച്ച് പച്ചപ്പാല് തന്നെയാണ്, സംശയമില്ല. അപ്പം ഈ കഴിക്കേണ്ട പാലില് ഇതെല്ലാം അഗ്നിബലാപേക്ഷ എന്നാണ് ആയുർവേദത്തിന്റെ മതം. നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നതും നമ്മളുടെ അഗ്നിയുടെ ബലമനുസരിച്ചിട്ട് കഴിക്കണം. ഇപ്പം ധാരോഷ്ണമായിട്ടുള്ള പാല് കുടിച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പം ധാരോഷ്ണമായിട്ടുള്ള പാലിന്റെ ഉപയോഗം പല സ്ഥലത്ത് പറയുന്നുമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ തന്നെ എന്താ, പയ്യപ്പൈക്കുട്ടി തന്നെ പരിചനോട് പിടിച്ചുന്തി നീക്കിയിട്ടു തള്ളപ്പയ്യൻ കാൽക്കൂടടഞ്ഞിട്ടകിടകിട അവിടെത്താൻ പതുക്കെ തലോടി എന്നൊക്കെ അല്ലേ പറയാ, അപ്പം VKG ഒക്കെ. അപ്പം പാല് കുടിക്കാം, നേരിട്ട് കുടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അത് ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പാല് കാച്ചുന്നത്? പച്ചപ്പാല് കുടിച്ചു കഴിഞ്ഞാൽ അജീർണം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മുടെ അഗ്നിബലം വളരെ കുറവാണ്. അപ്പം ആയുർവേദത്തിലും ചികിത്സയുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ അഗ്നിബലം കൂട്ടുക എന്നുള്ളതാണ്. എപ്പോഴും അഗ്നിബലം കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം കുടിക്കുന്നത്, പച്ചവെള്ളം കുടിക്കാതിരിക്കുന്നത്. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം കുറയും, അഗ്നിബലം കുറയും. അതുപോലെ തന്നെ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അഗ്നിബലം കുറയും. രാത്രി ഉറങ്ങാതിരുന്നാൽ അഗ്നിബലം കുറയും. പ്രോപ്പറായിട്ട് രാത്രിയിൽ ഉറങ്ങിയാൽ അഗ്നിബലം കൂടും. പകൽ ഉറങ്ങാതിരുന്നാൽ അഗ്നിബലം കൂടും. നമ്മൾ സ്പൈസസ്, അതായത് പലതരത്തിലുള്ള വ്യഞ്ജനങ്ങള്, മഞ്ഞള്, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ചേർക്കുന്നത് അഗ്നിബലം കൂട്ടാനാണ്. അപ്പം അഗ്നിയെ രക്ഷിക്കുക. അഗ്നിവീടെ പുരോഹിതം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് ഇൻ അവർ ലൈഫ് ഈസ് അഗ്നി. അതാണ് പുരോഹിതം, പുരഹിതം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൈമറി ഫാക്ടർ എന്ന് വേണം നമുക്കതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ അഗ്നിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. ഈ അഗ്നിയെ മന്ദീഭവിപ്പിക്കാൻ സാഹചര്യമുണ്ട്. എന്തിന്? പാലിന്, പച്ചപ്പാലിന്. ഇതുപോലെ തന്നെ തൈരിനും നമ്മുടെ അഗ്നിയെ കുറയ്ക്കാം. അപ്പം അഗ്നിവർദ്ധകങ്ങളായിട്ട് എന്താ, വേവിക്കാതെ കഴിച്ചിരുന്ന ഒരു കാലമുണ്ട് പഴയ കാലത്ത്. ഭക്ഷണം സംഭരിച്ചു വെക്കാതിരുന്നൊരു കാലമുണ്ട്. പച്ചയായിട്ടെല്ലാം കഴിക്കുന്ന ഒരു കാലമുണ്ട്. ശരിക്കും അതാണ് വേണ്ടത്. ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളെ നേരിട്ട് നമുക്ക് കഴിക്കാനും നമുക്ക് ആരോഗ്യം നിലനിർത്താനും സാധിച്ചാൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഐഡിയൽ സിറ്റുവേഷൻ. അത് നമുക്ക് സാധിക്കാതെ വരുന്ന എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ള നമ്മളുടെ ജീവിത ചര്യയുടെ പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ അഹിത ആഹാര വിഹാരമാണ് രോഗത്തിന് കാരണം. ആയുർവേദ പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. അഹിതമായിട്ടുള്ള ആഹാരവും വിഹാരവും. വിഹാരം വെച്ചാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ. ഇപ്പം ഈ പാല് നേരിട്ട് കുടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ദഹിക്കുമെങ്കിൽ. അത് പശു, നമ്മുടെ മിൽമ പാല് നേരിട്ട് കുടിക്കണം എന്നല്ല. അപ്പൊ ധാരോഷ്ണമായിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ അതും ഇപ്പോഴത്തെ പശു പ്രശ്നം ഉണ്ടാക്കും. കാരണം പലതരത്തിലുള്ള എൻസൈംസ് ഒക്കെ കുത്തിവെച്ചിട്ടുള്ള പശു ആകുമ്പോഴത്തേക്ക് അതും ഒരു പ്രശ്നമാണ്. പക്ഷെ നാടൻ പശുവിന്റെ പാല് നേരിട്ട് കുടിച്ചാൽ അബദ്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് ദഹിക്കാൻ എളുപ്പം
ഈ പിന്നെ അല്ലെങ്കിൽ തിളപ്പിച്ച് കഴിക്കുന്നത് തന്നെയാണ്. പിന്നെ മഞ്ഞളൊക്കെ ചേർത്ത് പിന്നെയും നമ്മൾ ഔഷധയുക്തമായിട്ട് കഴിക്കും. പിന്നെ പാൽ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര തന്നെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പാല് കുടിച്ചോളും നിർബന്ധമൊന്നുമില്ല. പാല് കുടിക്കാതെ ഇരുന്നാലും ആരോഗ്യം ഉണ്ടാവും. പാൽ ഈസ് നോട്ട് എസെൻഷ്യൽ. കാരണം എന്താ, ശാസ്ത്രപ്രകാരം കാൽസ്യം നമുക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാൽസ്യം നമുക്ക് മറ്റ് ആഹാര രോഗദാനങ്ങളൊക്കെ കിട്ടാനുണ്ട്. 1 ഗ്രാം കാൽസ്യം മതി ഒരു ദിവസത്തെ ഇൻടേക്ക്. 1 ഗ്രാം. നമ്മൾ 15 ഗ്രാമെങ്കിലും കഴിക്കുന്നുണ്ടാവും. ഇത് മുഴുവൻ നമ്മുടെ കിഡ്നിയും മലത്തിൽ കൂടെ പോവുകയാണ്. ഇത്തരം ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒബാമ പറഞ്ഞ പോലെ ഇന്ത്യ ശാപായി തന്നെ ലോകം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഒബാമ പറഞ്ഞത് വലിയ വിഷയമായി, അല്ലെങ്കിൽ വലിയ പ്രശ്നമായി. അപ്പം നമ്മൾ ടേക്കിംഗ് ടു ഫുഡ്, സോ മച്ച് ഫുഡ്, അതിന്റെ ആവശ്യമില്ല. ശ്രീജിത്ത് എസ് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ശ്രീജിത്ത് 2 വാക്ക്. കേൾക്കാൻ കിട്ടല്ലോ അല്ലേ? കേൾക്കാം. അതെ 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 അതെ. വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇത് ഞാൻ ഇവിടെ വന്ന സമയത്ത് ആകെ ശുദ്ധിയോർക്കൊക്കെ പഞ്ചവ്യം ഉപയോഗിക്കാറുണ്ട്. അതിൽ കൂടുതൽ എന്താ അറിയാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെഷനിൽ വന്നത്. പക്ഷെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങള് പ്രത്യേകിച്ച് യോഗശാസ്ത്ര ഗ്രന്ഥമായിട്ടുള്ള കുളാർണവതന്ത്രത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദേഹോ ദേവാലയ പ്രോക്ത ദിവോ ദേവ സദാശിവാന്ന്. അതായത് ദേഹം ദേവാലയമായിട്ട് ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ്. അങ്ങനെയുള്ള ജീവന്റെ ശുദ്ധികൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ദേഹമായിക്കോട്ടെ, ദേവാലയത്തിലെ ദേവന്റെ ബിംബമായിക്കോട്ടെ, അതിന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് പഞ്ചഗവ്യം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചിട്ട് ഇത്രയും വിശദമായിട്ട് 1 മണിക്കൂറിനുള്ളില് നമുക്ക് ക്രോഡീകരിച്ചിട്ട് പറഞ്ഞു തന്ന കൃഷ്ണേട്ടനെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഇതിനു വേണ്ടിയിട്ട് കൃഷ്ണേട്ടൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവുന്ന ആ കഴിഞ്ഞ 1 മണിക്കൂറിൽ അദ്ദേഹം കോട്ട് ചെയ്ത റെഫറൻസസുകൾ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് അൺഇമാജിനബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ ഇനിയും നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടാവട്ടെ എന്നാണ് എന്നെ പോലുള്ളവരുടെയൊക്കെ ആഗ്രഹം. അത് ദ്രവ്യം എന്നുള്ള വിഷയമാവുമ്പോ കുറച്ചും കൂടിയും ആയുർവേദ സംബന്ധമാവും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല. അവിടെയാണ് ഒരക്കാട് കൃഷ്ണേട്ടനെ പോലുള്ളവരെയൊക്കെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് നമുക്ക് ഉപയോഗമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതെ, അതാണ് നമ്മുടെ, ഞാൻ ശ്രീജിത്തിനെ വിളിക്കാൻ തന്നെ കാരണം അതാണ്. നമ്മള് ഇത്തരം വിചാരസത്രങ്ങളെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയെടുക്കുക എന്നുള്ളതിന്റെ പ്രയാസം വളരെ കൂടുതലാണ്. അപ്പോൾ അത് കേൾക്കാൻ ജീവിത തിരക്കുകൾക്കിടയിൽ ഇന്ന് എല്ലാവരും വളരെ തിരക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ വലിയ ജോലികളും ജോലി ഭാരവും ഒക്കെ ഉണ്ടായിട്ടും ഈ തിരക്കുകൾക്കിടയിൽ ഇത് കേൾക്കാൻ ശ്രമിക്കാൻ ആള് വരുന്നു. അവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് നടത്തിക്കുന്ന ആൾക്കാർക്കും ഒരു മോട്ടിവേഷനും നമുക്കത് അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ്. അതെ 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 അതെ, യാതൊരു സംശയവുമില്ല. ഇതുപോലത്തെ ഇനിയും ഉണ്ടാവണം. ഇത് ഇവിടെ നിൽക്കരുത്. ഈ പഞ്ചഗവ്യം എന്നുള്ള ഒരു വിഷയം തന്നെ വളരെ വാസ്റ്റ് ആണെന്ന് ഹോരക്കാട്ട് കൃഷ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പില് ഇതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങള് ചെറുതായിക്കോട്ടെ, ചിലപ്പോ നമുക്ക് പൊട്ടത്തരാണെന്നൊക്കെ തോന്നും, എന്നാൽ തന്നെ ചിലപ്പോ അതിലും എന്തെങ്കിലും ചെറിയ ഇൻഫർമേഷൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, 2 പേരും കൂടി. ആട്ടിൻപാലിനെ പറ്റി ഇതിലെന്തെങ്കിലും പറയുന്നു? കേട്ടില്ല. ആട്ടിൻപാൽ, ഈ ആട്ടിൻപാലിനെ പറ്റി, ആട്ടിന്റെ പാലിനെ പറ്റി, ആട് പശുവിന്റെ കേൾക്കാമല്ലോ. കേൾക്കാം. പശുവിന്റെ പാൽ ഉൾപ്പെടെ അനവധി പാലുകളെ കുറിച്ചിട്ട് ആയുർവേദത്തില് റെഫറൻസ് ഉണ്ട്. മറ്റ് ശാസ്ത്രങ്ങളില് അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളില്, പുരാണങ്ങളില്, ഇതിഹാസങ്ങളിലൊക്കെ അങ്ങനെ അതിനെപ്പറ്റി കേട്ടിട്ടില്ല.
ആയുർവേദത്തിൽ പക്ഷെ പശുവിൻ പാലിനോടൊപ്പം തന്നെ പല പാലുകളെ കുറിച്ചിട്ടും അതിൻ്റെയൊക്കെ രസം, ഗുണം, വീര്യം, വിപാകം, അതിൻ്റെ പ്രഭാവം എന്ന് പറയുന്ന 5 വിഭാഗങ്ങളിലായിട്ടാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ പ്രഭാവം എന്ന് പറയുന്നത് പശുവിൻ പാലിലാണ്. അപ്പം എന്തുകൊണ്ടാണ് പശുവിൻ പാല് പഞ്ചഗവ്യത്തിൽ ശ്രദ്ധയോടുകൂടി പറഞ്ഞത്, മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രഭാവമാണ്. ഈ പ്രഭാവം എന്ന് വെച്ചാൽ എന്താണ്? വിചിത്ര പ്രത്യാരബ്ധം എന്നൊക്കെ ആയുർവേദത്തിൽ പലതരത്തിലും പറയും. ഈ ഒരു ബയോകെമിസ്ട്രി നമ്മൾ പറയുമ്പം ഇപ്പം ഇന്ന രസങ്ങൾ ഇന്ന ഗുണങ്ങളെ നൽകും, ഇന്ന രസങ്ങള് ഇന്ന വിഭാഗം, അതായത് ഡൈജഷന് ശേഷം അത് ശരീരത്തിലോട്ട് ആഗീരണം ചെയ്യപ്പെടുന്ന രസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മധുരമായിട്ട് തന്നെയാണ് ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുക. സ്വാദു പടുശ മധുരം, പടു എന്ന് പറഞ്ഞാൽ ഉപ്പ്. അപ്പം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ലേശം കഴിച്ചാൽ അതിൻ്റെ എനർജി ലെവലിലുള്ള അതിൻ്റെ രസം എന്ന് പറയുന്നത് മധുരം തന്നെയാണെന്നാണ്. സ്വാദു പടുശ മധുരം. അമ്ളം ഭജിച്ചു കഴിഞ്ഞാൽ അമ്ലമായിട്ട് തന്നെയാണ് ശരീരത്തിലോട്ട് ആഗീരണം ചെയ്യപ്പെടുക. തിക്തോഷണ കഷായാണാം വിഭാഗ പ്രായശക്കടു. തിക്തം ഊഷണം കഷായം. തിക്തം ഊഷണം എന്ന് വെച്ചാൽ എരിവ്. തിക്ത ഊഷണം കഷായം. കഷായരസം വെച്ചാൽ ചവർപ്പ്. അപ്പം തിക്തം, എരിവ്, ചവർപ്പ്, ഇത് 3 തിക്തോഷണ കഷായാണാം വിഭാഗ പ്രായശക്കടു. അത് എരിവായിട്ടാണ് ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുക. കടുരസമായിട്ടാണ് ശരീരം. അപ്പൊ രജസ്സിനെ വർദ്ധിപ്പിക്കാനാണ് അത് നോക്കുക. മധുരം സത്വത്തിനെ വളർത്താനായിട്ടാണ് നോക്കുക എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ആധ്യാത്മിക തലത്തിലുള്ള ചർച്ച. പിന്നെ പ്രഭാവം. ഈ പ്രഭാവത്തിന് എന്താ പ്രത്യേകം? ഈ ഒരു സീക്വൻസില് അല്ലാതെ ചില ഗുണങ്ങളെ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന പ്രഭാവശാലികളായിട്ടുള്ള ദ്രവ്യങ്ങൾ അനവധിയുണ്ട്. പ്രഭാവശാലികളായിട്ടുള്ള ദ്രവ്യങ്ങൾ. അപ്പൊ അതിൽ ഏറ്റവും മുൻപന്തിയിലാണ് പശുവിൻ്റെ കിട്ടുന്ന ദ്രവ്യങ്ങൾ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ആദ്യം ഇവിടെ പറഞ്ഞ എന്താ പറയേണ്ടത്, ഗവാമംഗേഷു തിഷ്ടന്തി, ചതുർദശ ആയിട്ടുള്ള ലോകങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ പശുവിൻ്റെ തന്നെയാണ്. അപ്പം അത്രയധികം ഈ പശുവിനെ ആരാധിച്ചിരുന്നു. അമ്മയ്ക്ക് തുല്യം, അമ്മയേക്കാൾ ഏറെ പശുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും. ഇപ്പം ഞാനൊക്കെ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ വണ്ടികൾ മുമ്പിൽ പശു ഉണ്ടെങ്കിൽ വണ്ടി അവിടെ നിർത്തിയിടുക, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിക്കോട്ടെ, പശുവിനെ ആരും അടിച്ചു മാറ്റുന്നൊരു രംഗം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അത്രയധികം പശുവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും അമ്മയ്ക്ക് തുല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പശുവിൻ്റെ ഈ പ്രാധാന്യം. എന്നാൽ മറ്റ് വളർത്തുമൃഗങ്ങളിൽ അത് കാണാറുമില്ല. ഗുണങ്ങളിൽ നേരിയ വ്യത്യാസങ്ങളുണ്ട്. ആട്ടിൻ പാൽ ഉപയോഗിക്കുന്ന ചില കണ്ടീഷൻസ് ആയുർവേദത്തിൽ പറയാറുണ്ട്. അത് ലഘുവാണ്. പശുവിൻ പാലിനെ അപേക്ഷിച്ചിട്ട് ഗുരുവല്ല ആട്ടിൻ പാല് ലഘുവാണ്. ചില ഔഷധ വീര്യങ്ങൾ ചിലതുണ്ട്. ചില സ്രോതശുദ്ധി ഉണ്ടാക്കാൻ ആട്ടിൻ പാലിന് കൂടുതൽ കഴിവുണ്ട്. അപ്പോൾ ആട്ടിൻ പാല് ആ തരത്തിലൊക്കെ നിർദ്ദേശിക്കുകയും ചെയ്യും. ചികിത്സയിൽ ആട്ടിൻ പാല് കുടിച്ചാൽ മതി എന്ന് പറയും എന്നൊക്കെ പറയുന്ന ഇതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്ത ഈ ഒരു എന്താ പറയേണ്ടത്, ശുദ്ധി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചേർക്കാൻ ഏറ്റവും ഉത്തമം, ഇതിലേറെ ഉത്തമമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് മറ്റു പാലുകളിൽ ദർശിക്കാൻ സാധ്യമല്ല. പശുവിൻ പാലിനോളം പലതുകൊണ്ടും ചിന്തിക്കുമ്പോൾ ആട്ടിൻ പാലിനെക്കാട്ടിലും യാതൊരു സംശയവുമില്ല പശുവിൻ പാല് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. എന്തായാലും വളരെ സന്തോഷം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടൻ തരും. അപ്പോഴേ ഇന്നത്തെ ഈ സെഷന്റെ നമുക്ക് അവസാനിക്കാം. നന്ദി ഭാഷണത്തിനായി മാധവൻ തെക്കഴിപ്പുറം മാധവേട്ടനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഞാൻ മാധവൻ തൃക്കഴിപ്പുറം. ഇപ്പോൾ അഖില കേരള തന്ത്ര സമാജം നടത്തുന്ന പൂജാ പഠനത്തിലെ 3ാമത്തെ ബാച്ചിൽ നിന്നാണ്. തുടക്കത്തിൽ ഈ പറഞ്ഞമാതിരി പഞ്ചഗവ്യം എന്താണെന്ന് അറിയാമെന്നല്ലാതെ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ശുദ്ധിക്ക്
വേണ്ടിയാണ് ഉപയോഗിക്കുന്നതിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുമെങ്കിലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ളത് അറിയാം. എങ്ങനെ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞ് അറിയുമായിരുന്നില്ല. അതുകൂടാതെ തന്നെ ആയുർവേദത്തിൻ്റെ പിൻബലത്തോടു കൂടി ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയും അത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയും എല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നു. ശ്രീജിത്ത് പറഞ്ഞത് ഞാൻ കടമെടുക്കുകയാണ്. ഇത് വളരെയധികം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇതുപോലുള്ള സത്സംഗങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നും ഞങ്ങളെപ്പോലുള്ള പഠിതാക്കൾക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടെന്നും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ്. ഇത് സംഘടിപ്പിച്ച തന്ത്രസമാജത്തിനും അത് കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീരാമേട്ടനും ഇന്ന് പ്രഭാഷണം ചെയ്ത ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇത് വളരെ ഔത്സുക്യത്തോടു കൂടിയും കേട്ടുകൊണ്ടിരുന്ന എല്ലാ പഠിതാക്കൾക്കും വേണ്ടിയും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്താണ്. എൻ്റെ വ്യക്തിപരമായ പേരിലും പഠിതാക്കളുടെ പേരിലും ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഞാനിവിടെ ഞാൻ ഒരു മിനിറ്റ്, ഞാനിവിടെ സൂചിപ്പിച്ച ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ആവശ്യമുള്ള ഒരു വിഷയം ഞാൻ പറഞ്ഞു. അതായത് ഇതിന്റെ കോമ്പിനേഷൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് തന്നെയാണോ വേണ്ടത് എല്ലാ ദേശത്തും? ദുബായി ചെന്നാലും ശുദ്ധിക്ക് ഇത് തന്നെയാണോ? ആനൂപ ദേശത്ത് ഇത് തന്നെയാണോ? ജാങ്കല ദേശത്ത് ഇങ്ങനെ തന്നെയാണോ വേണ്ടത് എന്നൊരു ഒരു സൂചന, ചില പഠനത്തിന്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ദുബായിൽ ആക്ച്വലി പറയാനുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു അമ്പലങ്ങളോ കേരളീയ ചിട്ടയിൽ നടത്തപ്പെടുന്ന ഒരു അമ്പലങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേറെ ജോലി തിരക്കുകൾ കൊണ്ടും ഇതിൽ റിസർച്ചുകൾക്ക് സാധ്യതകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദുബായ് ഗ്രൂപ്പിൽ നിന്ന് പറയാൻ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് പറയാണ്, ആരെങ്കിലും ഇതിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വളരെയധികം സന്തോഷം. അതിന് മുന്നിട്ട് വന്നാൽ വളരെയധികം സന്തോഷം. എനിക്കൊരു സൂചന തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, ഇവിടെ അങ്ങനെ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ അവിടെ ഇങ്ങനത്തെ ക്ഷേത്രങ്ങളില്ല. അതൊരു പ്രത്യേകതയാണ് ഇവിടെ. പഞ്ചഗവ്യത്തിന്റെ കൂട്ടുകൾക്കുള്ള മാനദണ്ഡം എന്നുണ്ടെങ്കിൽ ഇപ്പോ ഞാൻ ടൊറന്റോ ബേസ്ഡ് ആണ്, കാനഡയില്. ഇവിടെ ഗുരുവായൂരപ്പന്റെ അമ്പലമുണ്ട്. പക്ഷെ ഇവിടെ അമ്പലത്തിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളില് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നാട്ടിലെ ടെമ്പറേച്ചറാണ്. അപ്പൊ ഇവിടെ പൊതുവെ തണുപ്പാണെന്നുണ്ടെങ്കിലും ദേശം തണുപ്പാണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യലി എന്ന് പറയുന്നത് ശരിക്ക് നാട്ടിലെ ടെമ്പറേച്ചർ ആണ്. അപ്പോ കാലാവസ്ഥയാണ് ഒരു മാനദണ്ഡം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വൺ ഓഫ് ദ ഫാക്ടേഴ്സ് അതാവാം. ഈ ഫംഗസിനെയൊക്കെ നശിപ്പിക്കുന്നുണ്ട് ഇതിനെ. അപ്പൊ ഈ ഫംഗസിനെ നശിപ്പിക്കുന്നത് കൊണ്ട് ടൊറന്റോയില് കരിയന്നൂർ ദിവാകരായിട്ടുണ്ടല്ലോ, ശ്രീജിത്തിന് കോണ്ടാക്ട് ചെയ്യാം. ചിലപ്പോ ഈ മൂത്രത്തിന്റെ അളവ് ചിലപ്പോ കൂട്ടേണ്ടി വന്നേക്കാം ചില സ്ഥലത്ത്, ചില സ്ഥലത്ത് മൂത്രത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വന്നേക്കാം. തീർച്ചയായും ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഡോക്ടർ. ആയിക്കോട്ടെ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 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 നമസ്തേ നമസ്തേ ശ്രീരാമേട്ട.
നമസ്തേ. മൈക്ക് നേരെ വെച്ചിട്ട് മൈക്കിൽ സംസാരിക്കുന്നത്, മൈക്ക് താഴെ പടലിക്ക് കൊണ്ടിരിക്കുക.